അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഈമാനിൽ കുറവ് സംഭവിക്കുന്നുണ്ട്, തഖ്വയിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. അതുണ്ടാകുവാൻ പാടില്ല. അതിൽ ഏറ്റവും ഗൗരവപ്പെട്ടതാണ് വ്യഭിചാരം, അതേപോലെ തന്നെ മദ്യപാനം. കാരണം ഒരാളുടെ ഈമാനിന് വമ്പിച്ച പരിക്ക് പറ്റിക്കുന്ന വിഷയമാണ് ലൈംഗിക വിഷയത്തിലെ അശുദ്ധി എന്നത്. ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് ശക്തമായി ഈമാനിനെ ബാധിക്കും, മറ്റു വിഷയങ്ങൾ പോലെയല്ല. പലിശ, മദ്യപാനം, വ്യഭിചാരം, മോഷണം, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈമാനോടുകൂടി ഒരാൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ്. ഈമാൻ ഉയർത്തപ്പെടുന്നത്. പിന്നെ ആ ഹറാമെന്ന് അയാൾ പിന്തിരിയുമ്പോഴേ ആ ഈമാൻ തിരിച്ചു വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ വ്യഭിചരിച്ചാൽ കാഫിറായി എന്നാണോ? അല്ല. ഉലമാക്കൾ വിശദീകരിച്ചു, ഈമാനിന് ശക്തമായി പരിക്ക് പറ്റിക്കുന്നതാണ്. അതുകൊണ്ടാണ് കണ്ണുകൾ താഴ്ത്തണമെന്ന് പറഞ്ഞത്. സ്ത്രീകളോട് ഹിജാബ് ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ പറഞ്ഞത് സത്യവിശ്വാസികളുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പരലോകത്തേക്കുള്ള ഒരു സംരക്ഷണമാണ്. എല്ലാവർക്കും അത് സംരക്ഷണമായിരിക്കണം. കാരണം ഈമാനിൽ വലിയ പരിക്ക് പറ്റിക്കുന്ന കാര്യങ്ങളാണത്. കേൾവിയെ, കാഴ്ചയൊക്കെ ആ വിഷയത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. മറ്റ് ഹറാമുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. കളവ് പറയുന്നത് സൂക്ഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് തിന്മകൾ. ഈ തിന്മകളൊക്കെ ശക്തമായി ഈമാനിനെ പരിക്ക് പറ്റിക്കുന്നതാണ്.